ഇത് മൈനാഗപ്പള്ളി ഗ്രാമം. കുന്നത്തൂർ താലൂക്കിലെ ഏറ്റവും വലിയ പഞ്ചായത്തെന്ന പുകൾപെറ്റ മൈനാഗപ്പള്ളി വികസന നേട്ടത്തിലും ഏറെ മുൻപന്തിയിലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ PM സെയ്ദ് പ്രതിനിധീകരിക്കുന്ന വാർഡാണ് വടക്കൻ മൈനാഗപ്പള്ളി 2ാം വാർഡ്. ഒരു കാലത്ത് മൈനാഗപ്പള്ളിയുടെ വാണിജ്യ മേഖലയുടെ അവസാന വാക്കായിരുന്ന സോമവിലാസം ചന്ത ഉൾപ്പെടുന്ന ഗ്രാമീണ വിശുദ്ധി പേറുന്ന പ്രദേശം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 480 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് PM സെയ്ദ് വാർഡിൽ നിന്ന് വിജയിച്ചത്. രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നില്ലെന്നതാണ് വാർഡിന്റെ പ്രത്യേകത. ഞാൻ കഴിഞ്ഞ നിരവധി തവണ മത്സരിക്കുകയും എനിക്ക് നല്ല നിലയിലുള്ള ഭൂരിപക്ഷം വാങ്ങിത്തരുവാനും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ തവണ മത്സരിക്കുമ്പോഴും മികച്ച ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ തന്നെ എനിക്ക് 480ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ദേശം ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് പ്രദേശത്തെ ജനങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം, അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന വില. അങ്ങനെ വിശ്വസിക്കുന്നവരോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രദേശത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ എന്നും നിലനിർത്തുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ 3 വർഷം, ഈ ഡിസംബർ മാസം 30-ാം തീയതി ആകുമ്പോൾ 3ാം വാർഷികമാണ്. ഈ 3 വർഷത്തിനകത്ത് വെച്ച് ഈ പ്രദേശത്തെ ഏതാണ്ട് ഒരു 1.5 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഈ വികസനങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. പക്ഷേ ആ വികസനങ്ങളൊക്കെ ഈ പ്രദേശത്തിൻ്റെ വഴിയില്ലാത്ത പ്രദേശങ്ങളിൽ വഴിയെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുടിവെള്ള പദ്ധതി സമ്പൂർണ്ണമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രദേശങ്ങളിലും അതിനുള്ള ആവശ്യം എത്തിച്ചു. ശോചനീയമായി കിടക്കുന്ന ഒട്ടേറെ വഴികൾ അത് നടപ്പാക്കാൻ കഴിഞ്ഞു. ഇതിലൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു പ്രചോദനം, എനിക്ക് രാഷ്ട്രീയത്തിന് അതീതമായുള്ളൊരു പിന്തുണയുണ്ട്. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പിന്തുണ. ഞാനതൊരിക്കലും മറക്കില്ല. എനിക്കിൽ രാഷ്ട്രീയമുണ്ട് എങ്കിലും എൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുമൊക്കെ എനിക്ക് വളരെയേറെ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു പിന്തുണ അത് തന്നെയാണ്. കാരണം എൻ്റെ വാർഡിനെ പ്രതികരിച്ച്, പക്ഷേ മറ്റൊരു വാർഡിലും അത്തരത്തിലൊരു വികസനം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ വാർഡിൽ നിന്നുള്ള MP ആണ് ശ്രീ കൊടിക്കുന്ന് സുരേഷ്. അദ്ദേഹം എനിക്ക് എൻ്റെ പ്രദേശത്തേക്ക് ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്നതിന്, അതായത് സോമവിലാസം ചന്തയിൽ നിന്ന് താഴോട്ടിറങ്ങി പെരുമന ഭാഗത്ത് 10 ലക്ഷം രൂപ അദ്ദേഹം ഇപ്പോൾ അനുവദിച്ചു. അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം കഴിഞ്ഞു. ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു. മഴ മാറിയാലുടൻ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. അദ്ദേഹം ആനൂർക്കാവ് ജംഗ്ഷനിലേക്കൊരു മിനി മാക്സ് ലൈറ്റ് നമുക്കിപ്പോൾ തന്നു. അത് ഉടൻ തന്നെ സ്ഥാപിക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നീട് MLA ആണ്. MLA ഇപ്പോൾ തന്നെ എനിക്ക് സോമവിലാസം ചന്തയിൽ നിന്ന് ആനൂർക്കാവിലേക്കുള്ള KIP കനാലിൻ്റെ റോഡുമായി ബന്ധപ്പെട്ട് അവിടെ ഒട്ടേറെ ആളുകൾക്ക് ആ ഗതാഗതത്തിന് ചെറിയ തടസ്സമുണ്ടായിരുന്നു. അത് ആ പ്രദേശത്തെ ആളുകൾ നല്ല നിലയിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവർ പൈസയായിട്ടും അല്ലാതെയൊക്കെ വീതി കുറവുള്ള മേഖലകളിലൊക്കെ നമുക്ക് വീതി കൂട്ടിയെടുത്തുകൊണ്ട് അതൊരു വലിയ റോഡാക്കി മാറ്റി. ഇപ്പോൾ അതൊരു സോമവിലാസം ചന്ത മുതൽ ആനൂർക്കാവ് വരെ പോകുന്ന റോഡിലേക്ക് ബഹുമാനപ്പെട്ട MLAയുടെ ഭാഗത്ത് 20 ലക്ഷം രൂപ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടി കഴിഞ്ഞ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. വർക്ക് ഏതാണ്ട് 50% പിന്നിട്ടു. ഇനി ഒരു 3-4 ദിവസത്തിനകത്ത് വെച്ച് ആ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികലയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികലയും ഏകദേശം ഒരു ബ്ലോക്കിന് വലിയ ഫണ്ടില്ലെങ്കിൽ പോലും പുയ്യക്കിഴക്കൽ ഭാഗത്ത് ഓട ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് നമുക്ക് 5 ലക്ഷം രൂപ തന്ന പ്രവൃത്തി പൂർത്തീകരിച്ച ആ പ്രദേശത്തെ ഒരു വെള്ളത്തിൻ്റെ ശല്യം ഒഴിവാക്കാൻ അത് ഉപകരിച്ചപ്പെട്ടു. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മയാണ്. ആ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ രാഷ്ട്രീയത്തിനതീതമായി ഇവരെല്ലാം എന്നെ സഹായിക്കുന്നവരാണ്. അവരിപ്പോൾ തന്നെ സോമവിലാസം ചന്ത മുതൽ തെക്കോട്ടുള്ള പ്രദേശത്ത് റോഡ് മോശമായി കിടക്കുകയും റോഡിൻ്റെ വീതി കുറവുണ്ട്. അപ്പോൾ സൈഡ് 2ഉം കോൺക്രീറ്റ് ചെയ്യുന്നതിനും അവിടെ വീതി കുറവുള്ള ഭാഗം കുറച്ച് കെട്ടി അല്പം വീതി കൂട്ടുന്നതിനുമൊക്കെ ആയിട്ട് ഒരു 10 ലക്ഷം രൂപ തന്നു. അതിൻ്റെ നടപടി കഴിഞ്ഞു. അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് കഴിഞ്ഞ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് എടുത്താണ് സോമവിലാസം മുതൽ കിഴക്കോട്ടുള്ള കുറേ പ്രദേശത്തെ കുറച്ച് വീടുകളിലേക്ക് പോകുന്നതിനും ഈ പാട്ടുപരിക്കൽ ക്ഷേത്രത്തിലേക്കും SNDP മന്ദിരത്തിലേക്കുമൊക്കെ പോകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് സോമവിലാസം ചന്തയ്ക്ക് തെക്ക് വശത്തു കൂടിയാണ്. അപ്പോൾ അവർക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഏകദേശം ഒരു നല്ല നിലയിൽ അവിടെ ഒരുപാട് ആളുകൾ കടന്നു വരും. മാർക്കറ്റ് ആയതുകൊണ്ട് മാറി വരുന്നത് കൊണ്ട് ആ വരുന്ന ഭാഗത്ത് റോഡില്ലായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു പുതിയ റോഡ് ഏതാണ്ട് 14 ലക്ഷത്തോളം രൂപ അടങ്കൽ തുക വെച്ച് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയും പ്രവൃത്തി ഏകദേശം ഒരു 3-4 ദിവസത്തിനകത്ത് വെച്ച് തന്നെ പൂർത്തീകരിക്കപ്പെടാൻ കഴിയും. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ നിർവചനം. ജിം 99 സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ചിട്ടയായ കായിക പരിശീലനം, കാര്യക്ഷമമായ ഉപകരണങ്ങൾ, മികച്ച പരിശീലനം എന്നിവ ഞങ്ങളുടെ പ്രത്യേകത.
നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഞങ്ങൾ ഒപ്പമുണ്ട്. ഡിസംബർ 3 രാവിലെ 10 നടക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് കോവൂർ കുഞ്ഞുമോൻ MLA-യും ലേഡീസ് ജിം, കരാട്ടെ ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം CR മഹേഷ് MLA-യും നിർവഹിക്കുന്നു. ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ജിം 99, സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ഫോൺ 9745907333. മൈനാഗപ്പള്ളി 2-ാം വാർഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം സഞ്ചാരയോഗ്യമല്ലാത്ത ഗ്രാമീണ റോഡുകളായിരുന്നു. ഇവയുടെ പുനർനിർമ്മാണത്തിനാണ് PM സെയ്ദ് പ്രഥമ പരിഗണന നൽകിയത്. ത്രിവേണിമുക്ക് കാണിക്കൽ താഴെയേല റോഡാണ് ഇതിലൊന്ന്. 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഒരു റോഡ് എന്നത് സ്ഥലവാസികളുടെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു. മഴക്കാലമായാൽ നാട്ടുകാരുടെ ജീവിതം ദുരിതപൂർണമാകും. ഇവിടെ റോഡ് വളരെ മോശമായിട്ട് കിടന്ന ഒരു തോട് പോലെ കിടന്നതാണ്. ആ തോട് പിന്നെ മെമ്പർ വിചാരിച്ചുകൊണ്ട് കുറച്ച് പണിയൊക്കെ ചെയ്ത് ആദ്യമൊക്കെ വീട്ടിലൊക്കെ ചെറുതായിട്ട് വണ്ടി വന്ന് കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇതിൻ്റെ പണി നിർത്തിയത്. വഴി നടന്നു പോകാനുള്ള ഇതുപോലും ഇല്ല, വണ്ടി വരുത്തില്ല, ആളുകളെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ രോഗികളെയൊക്കെ കൊണ്ടുവന്നാൽ അവിടെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റിയെടുത്താണ് കൊണ്ടിരുന്നത്. കുഴപ്പമില്ല, അങ്ങനെ കിടന്ന വഴിയായത്. ഈ സാഹചര്യത്തിലാണ് NRGS പഞ്ചായത്ത് ഫണ്ട് എന്നിങ്ങനെ 10 ലക്ഷം രൂപയോളം ചെലവഴിച്ച് പുതിയ റോഡ് നിർമ്മിച്ചത്. കാലങ്ങളായി നാട്ടുകാർ നേരിടുന്ന ദുരിതയാത്രയ്ക്ക് ശാശ്വത പരിഹാരമായിരിക്കുകയാണ് റോഡ് നിർമ്മാണം. ഇത് ത്രിവേണിമുക്ക് കാഞ്ഞിക്കൽ താഴെയേല റോഡാണ്. ഇവിടുന്നാണ് നമ്മുടെ ഈ വാർഡിൻ്റെ തുടക്കം. ഇവിടുന്ന് തുടങ്ങിയാണ് 2 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പ്രദേശത്ത് അവസാനിക്കുന്നത്. വളരെ യാത്രാ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണിത്. പക്ഷേ ഇവിടെ നമുക്കിപ്പം NRGSൻ്റെ ഫണ്ടും ഏതാണ്ട് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും കൂടെ മെയിൻ്റനൻസ് ഫണ്ടും കൂടെ ചേർത്ത് നോക്കാണ്ട് ഒരു 10 ലക്ഷം രൂപയ്ക്കകത്തുള്ള ഒരു വർക്ക് ഇപ്പോൾ ഈ റോഡിന് നടത്തി ഈ റോഡ് ഇപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 6 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൊടുവേൽ ഹാർഡ്വെയർസ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ചെട്ടിനാട്, രാംകോ, അൾട്രാടെക് തുടങ്ങിയ സിമന്റുകൾ, കല്ലിയർ, കെൻസ, മെറ്റ്കോൺ, കൈരളി TMT തുടങ്ങിയവയുടെ മികച്ച ശേഖരം. എല്ലാവിധ കെട്ടിട നിർമ്മാണ സാധനങ്ങളും മിതമായ വിലയിൽ. വീടെന്ന നിങ്ങളുടെ സ്വപ്നത്തിന് ഞങ്ങൾ കൂടെയുണ്ട്. തൊടുവേൽ ഹാർഡ്വെയർസ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ഫോൺ 8129019759 7907356321 7558874120. 14 ലക്ഷം രൂപ ചെലവഴിച്ച് കണ്ണങ്കരമുക്ക് അഭിലാഷ് ബ്രിക്സ് മുക്ക് റോഡ്, 12 ലക്ഷം രൂപ ചെലവഴിച്ച് കണ്ണങ്കരമുക്ക് നാരായണച്ചൻ കോളനി റോഡ്, വൈക്കം കുത്തിക്കുളം പൊയ്കയിൽ കിഴക്കതിൽ റോഡ്, മാവോലിമുക്ക് കാരൂത്ര ഭാഗം റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം നാടിന്റെ വികസനത്തിന് ഏറെ നിർണായകമായി. കൂടാതെ MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളിലും നാടിന് തിലകക്കുറിയായി. ഞങ്ങളിവിടെ 10-25 കുടുംബക്കാർ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണ്. ഞങ്ങൾക്കിവിടെ റോഡോ വഴിയോ മറ്റൊന്നും വെള്ളക്കെട്ടായിരുന്നു, മൊത്തം വെള്ളക്കെട്ടുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടെ ഇപ്പോൾ റോഡുമൊക്കെ വെട്ടി, റോഡും പിന്നെ റോഡിനോട് ചേർന്ന് ഓടയൊക്കെ വെട്ടിയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യം മാത്രമല്ല, ഞങ്ങളുടെ വീടിനകത്തോ അല്ലെങ്കിൽ മറ്റേടത്തോ വെള്ളശല്യമൊക്കെ കുറഞ്ഞ് അങ്ങനെ വാഹനങ്ങൾ വരികയും ഒരാളിന് സുഖമില്ല വന്ന വാഹനങ്ങൾ വന്ന് കൊണ്ടുപോവുകയും മറ്റേ ഞങ്ങൾ ഇവിടുന്ന് റോഡ് വരെ ചുമക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യം ഇപ്പോൾ സൗകര്യമായിട്ടുണ്ട്. 2-ാം വാർഡിൽ ശ്രീ PM സെയ്ദ് ഒരുപാട് 1 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റോഡുകൾ, തോടുകൾ, അതുകൊണ്ട് കുടിവെള്ള പദ്ധതികൾ, ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കനാൽ റോഡ് ഏതാണ്ട് 14 ലക്ഷം രൂപയ്ക്കാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഏതാണ്ട് 18 ലക്ഷം രൂപയുടെ സമാന്തര ഒരു കനാൽ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഒരു വികസനത്തിൻ്റെ ഒരു വിപ്ലവമാണ് 2-ാം വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൈനാഗപ്പള്ളി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ ഒരു വലിയ വികസന പ്രവർത്തനം നടക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ നിൽക്കുന്ന റോഡ് കിഴക്കോട്ടൊരു പുതിയ റോഡ് എടുക്കുകയാണ്. ഏതാണ്ട് 2 ദിവസത്തേക്ക് ഇത് കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഏതാണ്ട് 14 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്.
ഒരു പുതിയ റോഡ് നിർമ്മിച്ചെടുക്കുകയാണ്. അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. എന്നാൽ നമ്മളിവിടെ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തേക്ക് ഒരു റോഡ് കാണാം. അത് ആനൂർക്കാവിലേക്ക് പോകുന്നതാണ് സോമല ഹെന്തൽ. 20 ലക്ഷം രൂപയുള്ള MLA ഫണ്ടാണ്, MLA സഹായത്തോടെയാണ് അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഉടൻ തന്നെ പൂർത്തിയാകും. അതോടൊപ്പം തന്നെ ഈ ജംഗ്ഷനിൽ നിന്ന് സോമോല്ലാസം പറയേണ്ട മണ്ടാനത്ത് മുക്ക് ജംഗ്ഷൻ റോഡിലേക്ക് 2 സൈഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ ഇവിടെ സൈഡ് വാൾ വീതി കൂട്ടി നിർമ്മിക്കുന്നതിനുള്ള 10 ലക്ഷം രൂപയുടെ പ്രവൃത്തിയും ഇതിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ നിർവചനം. ജിം 99 സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ചിട്ടയായ കായിക പരിശീലനം, കാര്യക്ഷമമായ ഉപകരണങ്ങൾ, മികച്ച പരിശീലനം എന്നിവ ഞങ്ങളുടെ പ്രത്യേകത. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഞങ്ങൾ ഒപ്പമുണ്ട്. ഡിസംബർ 3 രാവിലെ 10 നടക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് കോവൂർ കുഞ്ഞുമോൻ MLAയും ലേഡീസ് ജിം, കരാട്ടെ ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം CR മഹേഷ് MLAയും നിർവഹിക്കുന്നു. ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ജിം 99 സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ഫോൺ 9745907333. 36 കുടുംബങ്ങൾ താമസിക്കുന്ന നാരായണച്ചൻ വീട് കോളനിയിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ വാർഡിന്റെ മുഖമുദ്രയാണ്. സാധാരണക്കാരായ ജനങ്ങൾ പാർക്കുന്ന കോളനി എന്നും ദുരിതത്തിലായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള അഴുക്കുവെള്ളം കോളനിയിലാണ് വന്നടിഞ്ഞിരുന്നത്. മഴക്കാലമായാൽ പ്രദേശം ആകെ മലിനജലത്താൽ നിറയും. ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് ശുചിത്വ മിഷന്റെ 8 ലക്ഷം രൂപ ചെലവഴിച്ച് ഓട നിർമ്മാണം പൂർത്തീകരിച്ചത്. നാരായണച്ചൻ വീട് കോളനിയുടെ ദുരിതകാലത്തിന് ശാശ്വത വിരാമമായപ്പോൾ സ്വന്തമായി പാർപ്പിടം ഇല്ലാതിരുന്നവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകുവാനും സാധിച്ചത് ഏറെ ഉപകാരപ്രദമായി. ഓടയെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന് ആരും നോക്കാനും കാണാനും ഒന്നുമില്ലായിരുന്നു. വെള്ളം കയറുന്ന പരിസരക്കാർ വന്ന് ചിരിക്കുക. ഈ കൊച്ചൻ ഓടി ഓടി വരും, കയറിയോ വെള്ളം കയറിയോ എന്നും പറഞ്ഞ്. ലാസ്റ്റ് എന്നോട് പറഞ്ഞ് ഞാൻ സഹായിച്ചു തരാമെന്നും പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഓട ശരിയാക്കി തന്നത്. ഓട ശരിയാക്കി കഴിഞ്ഞണക്കാണ് ഞങ്ങൾക്ക് കൊട്ടിൽ കിട്ടിയത്. പെരയ്ക്കകത്ത് വരെ കയറുന്നു, അടുപ്പിൽ തീ കത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് ഭയങ്കര വെള്ളമായിരുന്നു. ഞങ്ങൾ വെറും പന്ന കൊട്ടിനകത്താകുഞ്ഞ് കിടന്നത്. ഞാൻ മറിഞ്ഞ് വീഴാൻ പോയി. രാത്രി മഴ പെയ്യുന്നുണ്ട്, വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് എൻ്റെ കൊട്ടിനകത്ത് കയറി. എല്ലാ പാർട്ടിക്കാരും വന്ന് വാതുക്കെ വന്ന് കണ്ടേച്ച് പോയത്. ഞങ്ങൾ നിലയും വിളിച്ചും കൊണ്ട് കുത്തിയിരുന്നു. പൊളവനായാലും മകറി ആയാലും എല്ലാം ഈ കൊട്ടിനകത്ത്. അതിൻ്റെ തല അവിടെ ഇപ്പോൾ ഉണ്ട്, അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ പിന്നെ മീറ്ററും എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇളക്കിയിട്ടില്ല. അങ്ങനെ ഇരുന്നാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾക്കൊരു കൊട്ടിൽ കിട്ടിയത്. കിട്ടിയ കാശിന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന കുഞ്ഞും കൂടെ സഹായിച്ച്, ഞങ്ങളെല്ലാവരും കൂടെ മെമ്പർ ഞങ്ങൾക്ക് കട്ടയൊക്കെ സഹായിച്ച് ഞങ്ങൾ പെട്ടെന്ന് ആ കൊട്ടിൽ കഴിഞ്ഞ് തീർത്ത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വാർഡിലെ ഏറ്റവും ഒരു പിന്നോക്കം നിൽക്കുന്നൊരു പ്രദേശമാണിത്. ഞാറാണച്ചൻ വീട് കോളനി എന്ന് പറയും. നിരവധി 36ഓളം കുടുംബങ്ങളാണ് മൊത്തത്തിലുള്ളത്. അതിൽ എല്ലാ സമുദായത്തിനും തുല്യ പരിഗണനയൊക്കെ ഉള്ള തലത്തിൽ താമസിക്കുന്നവരാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ ഈ അഴുക്ക് ചാല്. വളരെ പ്രയാസമായിരുന്നു. അതിലത്തുള്ള എല്ലാ മാലിന്യവും ഒഴുകി ഈ കോളനിക്കകത്താണെന്ന്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശുചിത്വ മിഷൻ്റെ 8 ലക്ഷത്തോളം രൂപ നമുക്ക് ചിലവഴിച്ച് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഇവിടെ താമസിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ചിറ്റപ്പനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ഇവിടെ ലൈഫിൻ്റെ ഭൂമിയും വീടും നൽകി നമുക്ക് സഹായം കഴിഞ്ഞു. പക്ഷേ ആ പൈസ നമ്മൾ നൽകിയെങ്കിലും സമയബന്ധിതമായത് പൂർത്തീകരിക്കാൻ ആ വീട്ടുകാരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത്. കാരണം ഫണ്ട് നഷ്ടപ്പെടുത്താതെ അവർക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പ്രവർത്തനം നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തണമെന്ന് ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. ഒരുവിധം വഴിയും ഓടയും ഒക്കെ വൃത്തിയായിട്ടുണ്ട് ഈ കോളനിയിൽ. കുറഞ്ഞ ചിലവിൽ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തൊടുവേൽ ബിൽഡേഴ്സ്. വാസ്തുശാസ്ത്രമനുസരിച്ചുള്ള നിർമ്മാണം, എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഒരു കുടക്കീഴിൽ. നിങ്ങളുടെ ബജറ്റ് എന്തുമാകട്ടെ, സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ തൊടുവേൽ ബിൽഡേഴ്സ്, സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ഫോൺ 8129019759 7907356321 7558874120.
വാർഡിന്റെ കിഴക്കൻ പ്രദേശമാണിത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗശൂന്യമായിരുന്നു ഈ പ്രദേശം. എന്നാൽ ഇതിപ്പോൾ 20-ൽ പരം ലൈഫ് വീടുകൾ നിൽക്കുന്ന സ്ഥലമാണ്. 5 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് നിർമ്മിക്കുകയാണ് ആദ്യം ഇവിടെ ചെയ്തത്. തുടർന്ന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് വയ്ക്കുവാനുള്ള അവസരമൊരുക്കി. പിന്നാലെ വൈദ്യുതിയും കുടിവെള്ളവും എത്തി. 3 വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്തെ വാർഡിന്റെ വികസന മുദ്രയാക്കാൻ കഴിഞ്ഞത് സുവർണ നേട്ടമാണ്. ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ ഏറെ മനോഹരമായി നിർമ്മിക്കുവാൻ കഴിഞ്ഞത് നാട്ടുകാരും അഭിമാനത്തിലാണ്. ഇവിടെ വന്നിട്ട് 1.5 വർഷമാകാൻ പോകുന്നു. ഞാൻ ഇവിടെ താമസമായതിനു ശേഷം എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വെള്ളമായാലും കറണ്ടായാലും ഒന്നുമില്ല. പിന്നെ അന്ന് 2ാം വാർഡിൽ ജോലിയായി. ഞാൻ 3ാം വാർഡുകാരനായിരുന്നു. ഇപ്പോൾ 2ാം വാർഡിൽ ജോലിയുണ്ട്. ആ പൈസ മേടിച്ചാൽ ഞങ്ങളുടെ ജീവിതം എൻ്റെ പൈസ എന്ന് ഒരാൾ ഞങ്ങൾ 2 വരെ ഉള്ളൂ ഇവിടെ. ഞങ്ങളന്ന് പോലും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഇതേ സമയം വരെ ജീവിച്ചു വരുന്നുണ്ട്. മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ 2ാം വാർഡിൻ്റെ ഒരു കിഴക്കേ അറ്റത്തെ ഒരു മേഖലയിലാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മേഖല എന്ന് പറയുന്നത് ഒരു പൊതുവെ ഒരു തുറസായ സ്ഥലമായിരുന്നു. ഇവിടെ ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഭൂമി അനുവദിച്ചിട്ടുള്ളവർ മിക്കവാറും ഉള്ളതാണ്ട് നിരവധി കുടുംബങ്ങൾ, 10-20ലധികം കുടുംബങ്ങൾ ഇവിടെ തന്നെ വന്ന് ഭൂമി വാങ്ങിക്കുകയും അവർക്ക് ലൈഫിൻ്റെ വീട് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇവിടെ വളരെ വിശാലമായ ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്നു. ഈ വീടുകളിൽ മുഴുവൻ വീടുകളും ലൈവ് ഭവന പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ള വീടുകളാണ്. പക്ഷേ അപ്പോൾ ഇവിടെ റോഡില്ലായിരുന്നു. പുതിയ റോഡ് നമ്മളുണ്ടാക്കി 5 ലക്ഷം രൂപ ചിലവാക്കി ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. പുതിയതായി നമുക്ക് വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ ഇട്ട് 2 ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി വൈദ്യുതി പോസ്റ്റ് ഇട്ട് സ്ട്രീറ്റ് മെയിൻ വലിച്ച് ഇവിടെ വഴിവിളക്ക് ഉൾപ്പെടെ എത്തിച്ചു. ഇവിടെ കുടിവെള്ളത്തിൻ്റെ ലൈൻ കൊണ്ടുവന്നു. ഈ മേഖലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. അപ്പം എല്ലാ തരത്തിലുമുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നമ്മൾ ഇവിടെ നോക്കി വൃത്തിയായി പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ എല്ലാം പാവപ്പെട്ടവരാണ്. തൊഴിലുറപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ നിർവചനം. ജിം 99 സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ചിട്ടയായ കായിക പരിശീലനം, കാര്യക്ഷമമായ ഉപകരണങ്ങൾ, മികച്ച പരിശീലനം എന്നിവ ഞങ്ങളുടെ പ്രത്യേകത. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഞങ്ങൾ ഒപ്പമുണ്ട്. ഡിസംബർ 3 രാവിലെ 10 നടക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് കോവൂർ കുഞ്ഞുമോൻ MLAയും ലേഡീസ് ജിം, കരാട്ടെ ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം CR മഹേഷ് MLAയും നിർവഹിക്കുന്നു. ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ജിം 99 സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ഫോൺ 9745907333. മൈനാഗപ്പള്ളി 2ാം വാർഡിൽ 2 അംഗൻവാടികളാണുള്ളത്. കുട്ടികളെ പ്ലേ സ്കൂളിലാക്കാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടം വ്യത്യസ്തമാണ്. നിരവധി കുട്ടികളാണ് അംഗൻവാടിയിൽ പഠനത്തിനായി എത്തുന്നത്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ഉല്ലാസത്തിനുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് അംഗം ശ്രദ്ധാലുവാണ്. 4 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച അംഗൻവാടി കെട്ടിടം ഇതിന്റെ ഉദാഹരണമാണ്. എൻ്റെ പേര് സിന്ധു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ശശികല. ഞങ്ങൾ 2 പേരുമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 15ഓളം കുട്ടികളുണ്ട്. അവർക്ക് രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. പിന്നെ അവർക്ക് 3 നേരം ഭക്ഷണമുണ്ട്. പിന്നെ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ തീം അനുസരിച്ച് അവർക്ക് ഞങ്ങൾക്ക് ഓരോ മാസവും തീമുകളുണ്ട്. ആ തീം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പിന്നെ മറ്റ് പൊതുവേ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുള്ള മറ്റ് പ്രവർത്തികളിലെല്ലാം ഞങ്ങൾ ഏർപ്പെടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ PM സെയ്ദ് അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹായവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റ് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. കുട്ടികളെ ഇവിടെ വിടുന്നതിനായാലും ഞങ്ങൾ കുട്ടികളെ നല്ലപോലെ നോക്കുന്നു എന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടികളെ കിട്ടുന്നത്. 2ാം വാർഡിലെ മറ്റൊരു പൊതുസ്ഥാപനമാണ് പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാൾ. അടുത്ത കാലത്തായി 4 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ഈ കെട്ടിടം നാട്ടുകാർക്ക് ഒരനുഗ്രഹമാണ്. ആയുർവേദ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി പരിപാടികൾക്കായി ഹാൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡിലാകെയുള്ള ഒരു പൊതുസ്ഥാപനമാണിത്. നമ്മുടെ ഹാൾ ഇവിടെയാണ് നമ്മുടെ ഗ്രാമസഭകൾ, മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കമ്മിറ്റികളും ഒക്കെ കൂടുന്നുണ്ട്. എന്നാൽ ഇത് പൊതുജനങ്ങൾക്കും ഈ ഹാള് നമ്മളിപ്പോൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് പൊതുജനങ്ങൾ വാടകയ്ക്ക് ചോദിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഹാള് കൊടുക്കുന്നുണ്ട്. ഈ ഹാള് നേരത്തെ ഷീറ്റൊക്കെ ഇട്ട് നിർത്തിയിരുന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 4 ലക്ഷം രൂപ കൊടുത്തു ഈ ഹാള് നവീകരിച്ച്
എടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള അംഗൻവാടിയും ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്, അതിനും 4 ലക്ഷം രൂപ 8 ലക്ഷം രൂപയോളം ഇപ്പോൾ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഈ ഹാളിനകത്ത് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച ആയുർവേദ ക്യാമ്പ് നടക്കുന്നുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകളുടെയും ക്യാമ്പ് ഈ ഹാളിലാണ് നടക്കുന്നത്. കാരണം ഇവിടെ നിന്ന് മൈനാഗപ്പള്ളിയിലേക്ക് വാഹനത്തിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ക്യാമ്പ് വളരെ വൃത്തിയോടുകൂടി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ഈ അടുത്ത പ്രദേശങ്ങളിലെ ആകെ നടക്കുന്ന ഒരു പഞ്ചായത്ത് മൈനാഗപ്പള്ളി മാത്രമാണ്. 6 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൊടുവേൽ ഹാർഡ്വെയർസ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ചെട്ടിനാട്, രാംകോ, അൾട്രാടെക് തുടങ്ങിയ സിമന്റുകൾ, കല്ലിയത്ത്, കെൻസ, മെറ്റ്കോൺ, കൈരളി TMT തുടങ്ങിയവയുടെ മികച്ച ശേഖരം. എല്ലാവിധ കെട്ടിട നിർമ്മാണ സാധനങ്ങളും മിതമായ വിലയിൽ. വീടെന്ന നിങ്ങളുടെ സ്വപ്നത്തിന് ഞങ്ങൾ കൂടെയുണ്ട്. തൊടുവേൽ ഹാർഡ്വെയർസ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, സോമവിലാസം മാർക്കറ്റ്, വടക്കൻ മൈനാഗപ്പള്ളി. ഫോൺ 8129019759 7907356321 7558874120. മൈനാഗപ്പള്ളി 2ാം വാർഡ് വികസനത്തിന്റെ പാതയിൽ തന്നെയാണ്. കാനറ ബാങ്കുമായി ചേർന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കായി ഒരുക്കിയ സംരംഭക സദസ്സ് അതിനൊരു ഉദാഹരണമാണ്. 1000-ൽ പരം കുടുംബശ്രീ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മൈനാഗപ്പള്ളിയുടെ മുഖമുദ്രയായ സോമവിലാസം ജംഗ്ഷന്റെ നവീകരണമാണ് ഇനി PM സെയ്ദിന് മുന്നിലുള്ളത്. കൊടിയുടെ നിറം നോക്കാതെ ഓരോ നാട്ടുകാരനും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുമ്പോൾ മൈനാഗപ്പള്ളി 2ാം വാർഡ് കുതിക്കുകയാണ്. വികസനത്തിന്റെ പുതിയ വാതായനങ്ങൾ തേടി. ആതിര മനോജ്, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.